നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞ് നാടൻ ഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു 10-15 വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ വന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ അടുക്കളയിൽ സ്ഥിരം ഉണ്ടാവാറുള്ള 5 നാടൻ ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഐറ്റം തേങ്ങ. ഇവിടെ തേങ്ങ കിട്ടില്ലല്ലോ, നമുക്കാണെങ്കിൽ തേങ്ങ വിട്ടിട്ടൊരു പരിപാടിയും ഇല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും വാങ്ങി വെക്കാറുള്ള ഒരു ഐറ്റമാണ് ഫ്രോസൺ തേങ്ങ. ഇതിപ്പോൾ ഡെയിലി ഡിലൈറ്റിൻ്റെയാണ്, ഞാൻ വേറെ ബ്രാൻഡ്സും വാങ്ങിക്കാറുണ്ട്. ഇത് വാങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഒടിച്ചൊടിച്ച് വെക്കുവാണെങ്കിൽ എടുക്കാൻ നേരെ ഈസി ആയിരിക്കും. ഓരോ ബ്ലോക്ക് അങ്ങ് എടുത്താൽ മതി. അടുത്തതും ഒരു ഫ്രോസൺ ഐറ്റം തന്നെയാണ് ഡെയിലി ഡിലൈറ്റിൻ്റെ ഫ്രോസൺ കപ്പ. മുളകിട്ട മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ തോന്നും ഇച്ചിരി കപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. ഇവിടെ ഫാമേഴ്സ് മാർക്കറ്റിൽ ഇടയ്ക്കൊക്കെ ഞാൻ ഫ്രഷ് കപ്പ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും ഒരുപടി മുകളിലാണ് ഈ സംഭവം. കുക്കറിലിട്ട് ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ മെൽറ്റ് ഇൻ യുവർ മൗത്ത് പാകത്തിന് കിട്ടും. അടുത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പുട്ടുപൊടി. ഞാൻ ഒരുപാട് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ അജ്മിയുടെ പുട്ടുപൊടിയാണ്. ഇതെനിക്ക് അമ്മ പറഞ്ഞു തന്നതാണ്. ഇത് വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് പുട്ട് കിട്ടും. അടുത്ത ഐറ്റം മുളക് പൊടി. ആദ്യത്തെ ഒരു 10 വർഷത്തോളം ഇവിടെ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അമ്മ പൊടിപ്പിച്ച് തന്നു വിടുമായിരുന്നു, മഞ്ഞളും മല്ലിയും മുളകും എല്ലാം. പിന്നെ 1-2 തവണ ഇവർ ഈ എയർപോർട്ട് ചെക്കിങ്ങിൻ്റെ സമയത്ത് ഈ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പൊടിയെല്ലാം അവരെടുത്ത് കളഞ്ഞു. അതിൽ പിന്നെ ഞാൻ ഇതെല്ലാം ഇവിടുന്ന് മേടിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രാൻഡ്മാസിൻ്റെ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതിന് നല്ല കളറും ഉണ്ട്, എന്നാൽ അധികം എരിവില്ലേന്ന് പറയും. നിങ്ങൾക്ക് എരിവ് കുറച്ച് വേണ്ട ആൾക്കാരാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് ഐറ്റം സാമ്പാർ പൊടി. നമ്മുടെ പ്രൊഫൈലിൻ്റെ പേരിൽ തന്നെയുള്ള ഒരു ഐറ്റമാണ്, അതുകൊണ്ട് വിട്ട് കളയാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ്. ഇവിടെ മാസത്തിൽ ഒരു 2-3 തവണയെങ്കിലും സാമ്പാർ ഉണ്ടാക്കും. ഇതിനാണ് ഒരു ഓത്തൻറ്റിക് ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ ഇതുപോലെ സ്ഥിരമായിട്ട് വാങ്ങി വെക്കാറുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്?